പ്രിയമുള്ളവരെ, വചനജ്വാല 1526 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ 4 ചൊവ്വാഴ്ച എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 45 അധ്യായം 1 മുതൽ 26 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. മോശ യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവനത്രേ ഭാഗ്യ സ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തന്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം അവനെ നൽകുകയും ചെയ്തു. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. കാഭിമുഖം കൽപ്പനകൾ, ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തന്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ അഹറോൻ, ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെപ്പോലെ തന്നെ വിശുദ്ധനുമായ അഹറോനെ അവിടുന്ന് ഉയർത്തി. അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. കാൽച്ചട്ടയും നീണ്ട അങ്കിയും ഏഫോദും അവന് നൽകി. അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയും ദേവാലയത്തിൽ തന്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു. സ്വർണ നീല ദ്രുമവർണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഉറിയും തുമ്മിയും എന്നിവ അണിയിച്ചു. കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചുമപ്പ് നൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കുത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണഫലകം എന്നിവ അണിയിച്ചു. തന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിലൊരു മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കുത്തിയിരിക്കുന്നു. വിശുദ്ധന്റെ കരചാതുരി പ്രകടമാകുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അവന്റെ കാലത്തിന് മുൻപ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവന്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. എല്ലാ ദിവസവും 2 പ്രാവശ്യം വീതം അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിക്കപ്പെടും. മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചു. കർത്താവിനെ ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് അത്. ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി
കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തുരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. തന്റെ പ്രമാണങ്ങൾ പഠിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവനെ തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. ദാത്താനും അബീറാമും അവരുടെ അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു. കർത്താവ് ഇത് കണ്ട് കോപിച്ചു. അവിടുന്ന് ക്രോധത്തിൽ നശിച്ചുപോയി. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. അവിടുന്ന് അഹറോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ ആദ്യഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവനെ നൽകുകയും ചെയ്തു. കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും. ഹിനെഫാസ്. ഏലിയാസറിന്റെ പുത്രനായ ഫിനോഹാസിനാണ് മഹത്വത്തിന്റെ 3-ാം സ്ഥാനം. അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവന്റെ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെ നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. യൂദാഗോത്രജനായ ജെസയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹറോന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്കാണ്. തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വേദപാഠം അധ്യാപകരുടെ മധ്യസ്ഥനും മെത്രാനുമായിരുന്ന വിശുദ്ധ ചാൾസ് ബെറോമിയായെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. മിലാനിലെ ബെറോമിയ കുടുംബത്തിൽ ജനനം. 12-ാം വയസ്സിൽ പിതാവിനോട് തനിക്കുള്ള ആദായത്തിൽ നിന്ന് ചിലവ് കഴിച്ച് ബാക്കി ദരിദ്രർക്കുള്ള പത്രമേനിയാണ് എന്ന് പറഞ്ഞു. തൻ്റെ അമ്മാവൻ 4-ാം പിയൂസ് മാർപ്പാപ്പയായി സ്ഥാനമേറ്റപ്പോൾ ചാൾസിനെ കാർഡിനൽ ഡിക്കനായി നിയമിച്ചു. മാത്രവുമല്ല, വത്തിക്കാനിൽ ഉദ്യോഗവും നൽകി. അവസാനം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റുമായി. പ്രിയരെ, 25-ാം വയസ്സിലാണ് ചാൾസ് പൗരോഹിത്യം സ്വീകരിച്ചത്. താമസിയാതെ മിലാനിലെ മെത്രാനായി അഭിഷേകം ചെയ്തു. 10 കൊല്ലത്തോളം മുടങ്ങിക്കിടന്ന കൗൺസിൽ പുനരാരംഭിച്ചത് ചാൾസിന്റെ ശ്രമഫലമാണ്. വൈദികർ മാതൃകാ ജീവിതം നയിക്കണമെന്ന് പറയുകയും തനിക്കുള്ള ആദായം മുഴുവനും ഉപവി പ്രവർത്തനങ്ങൾക്കായി മാറ്റുകയും ചെയ്തു. 1567 പ്ലേഗിനും പഞ്ഞത്തിനുമായി കടം വാങ്ങിപ്പോലും ജനങ്ങളെ പോറ്റിയിരുന്നു. മിലാൻ രൂപതയിലെ പൊന്നാഭരണം മുഴുവൻ ചെലവഴിച്ചു.
കഠിനമായ രോഗം മൂലം 46-ാം വയസ്സിൽ ഈ ലോകത്ത് നിന്ന് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, വേദപാഠം അധ്യാപകരുടെ മധ്യസ്ഥനും മെത്രാനുമായിരുന്ന വിശുദ്ധ ചാൾസ് ബെറോമിയായുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.